ഓക്കെ. അപ്പോൾ നമ്മളെ ബിസിനസ് മാത്തമാറ്റിക്സിന്റെ എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ്, അതായത് പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളെ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് മെട്രിസസ്. മെട്രിസസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് മെട്രിസസ്, മെട്രിസസിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മെട്രിസസിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യണം. അതേപോലെ മെട്രിസസിന്റെ ഇക്വാലിറ്റി, അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും, പിന്നെ ട്രാൻസ്പോസ്, പിന്നെ ചില പ്രോപ്പർട്ടീസ്, ഈ കാര്യങ്ങൾ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ചില ടൈപ്പ് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്കിപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ഒരു ടൈപ്പ് തന്നിട്ട് ഇതിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോ മെട്രിക്സ് എന്താ, കോളം മെട്രിക്സ് എന്താ, ഡിഫൈൻ ചെയ്യുക, ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിസസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചില ടൈപ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ചില ടൈപ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം, ടൈപ്സിന് എക്സാമ്പിൾ ആണ് എന്ത്, റോ മെട്രിക്സ്. റോ മെട്രിക്സ് ഒരു ഒരു ടൈപ്പാണ്. കോളം മെട്രിക്സ്, കോളം മെട്രിക്സ് മറ്റൊരു ടൈപ്പാണ്. അതേപോലെ ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കാലാർ മെട്രിക്സ്. ഇതുപോലെ നമ്മൾ മെട്രിക്സസിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്സ് ഓർത്ത് വെക്കണം, ചിലപ്പോൾ എക്സാമിൽ നമുക്ക് ടൈപ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈപ്സ് എന്താന്നുള്ളത് ഓർത്ത് വെക്കുക. ഡയഗണൽ മെട്രിക്സ് എന്താ, സ്കാലാർ മെട്രിക്സ് എന്താ, കോളം മെട്രിക്സ് എന്താ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് ആണ്. അതായത് രണ്ട് മെട്രിസസ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞതാണ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഉണ്ടാവുമ്പോഴാണ്, സെയിം ആവുമ്പോഴാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുന്നത്. അപ്പൊ ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മെട്രിക്സ് തരും, ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നു വിചാരിക്ക്, എക്സ് വൈ 0 5 ഈക്വൽ ടു ഒരു 1 2 ബി ഡി ഇങ്ങനെ തന്നു. എന്നിട്ട് നമ്മളോട് എന്ത് പറയും? എക്സ് കണ്ടുപിടിക്കുക, വൈ കണ്ടുപിടിക്കുക, ബി കണ്ടുപിടിക്കുക, ഡി കണ്ടുപിടിക്കുക. അതായത് ബിയും ഡിയും എക്സും വൈ ഒക്കെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം, ഈ രണ്ട് മെട്രിക്സുകളും എന്താണെന്ന് അറിയാം, ഈക്വൽ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് എക്സിന് ഈക്വൽ ആയിട്ടുള്ളത് ആരായിരിക്കും? എക്സ് എന്ന് പറയുന്ന ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് മെട്രിക്സിലുള്ളത് 1 എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. സോ എക്സ് ഈക്വൽ ടു ആരായിരിക്കും? 1 ആയിരിക്കും. വൈ ഈക്വൽ ടു ആരായിരിക്കും? വൈ ഈക്വൽ ടു 2 ആയിരിക്കും. ബി ഈക്വൽ ടു ആരായിരിക്കും? ബി ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ബി എന്ന് പറഞ്ഞ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് മെട്രിക്സിൽ 0 എന്ന് പറഞ്ഞ എലമെന്റ് ആണുള്ളത്. രണ്ട് മെട്രിക്സും ഈക്വൽ ആണല്ലോ. അപ്പൊ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഡി ഈക്വൽ ടു ആരായിരിക്കും? 5 ആയിരിക്കും. സോ എക്സ് വൈ ബി ഡി എന്ന് പറഞ്ഞ 4 എലമെന്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ. ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ മെട്രിസസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെട്രിക്സുകളുടെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും, ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ കേസ് തന്നെയാണ്. രണ്ട് മെട്രിക്സ് അഡിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്താണോ? സെയിം ആണോ? ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും അത് ഈക്വൽ ആണെങ്കിൽ അഡിഷൻ ചെയ്യാനും സബ്ട്രാക്ഷൻ ചെയ്യാനും എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് മെട്രിക്സ് അഡിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അഡിഷൻ ചെയ്യുന്നത് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഇപ്പോൾ 1 2 3 4 ഇതൊരു മെട്രിക്സ് ആണ്. പ്ലസ് 4 5 2 0 ഇത് രണ്ടും പ്ലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സിന് പ്ലസ് ചെയ്യാം. അപ്പോൾ 1ഉം 4ഉം പ്ലസ് ചെയ്താൽ 5, 2ഉം 5ഉം പ്ലസ് ചെയ്താൽ 7, 3ഉം 2ഉം പ്ലസ് ചെയ്താൽ 5, 2ഉം 3ഉം പ്ലസ് ചെയ്താൽ 5, 4ഉം 0യും പ്ലസ് ചെയ്താൽ 4.
5 4 ഇതായിരിക്കും എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് എയും ഇതിനെ ബി കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഈ ഒരു മെട്രിക്സ് ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പൊ എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കുക, രണ്ട് മെട്രിക്സ് എങ്ങനെ അഡീഷൻ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് മെട്രിക്സ് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് വിചാരിക്കുക, അതായത് എ മൈനസ് ബി. എ മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കും, എ മൈനസ് ബി കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അതായത് 1 4 എന്ത് ചെയ്യുക, 1 4 മൈനസ് ചെയ്യുക. 1 4 മൈനസ് ചെയ്താൽ എന്താണ്, -3. 2 5 മൈനസ് ചെയ്യുക. 2 5 മൈനസ് ചെയ്താൽ എന്താ, മൈനസ് അതും -3. 3 2 മൈനസ് ചെയ്താൽ 1, 4 0 മൈനസ് ചെയ്താൽ 0 മൈനസ് ചെയ്താൽ എന്താ, 0 മൈനസ് ചെയ്താൽ 4. സോ ഇതായിരിക്കും എ മൈനസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ രണ്ട് മെട്രിക്സ് അഡിഷൻ ചെയ്യുന്നതും രണ്ട് മെട്രിക്സ് സബ്ട്രാക്ഷൻ ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇതൊക്കെ എക്സാമിന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. മെട്രിസസിന്റെ കേസിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് മെട്രിക്സ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് ഓർത്തു വെക്കണം. അത് ഓർത്തു വെക്കാൻ നമ്മൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് മെട്രിക്സിന്റെ ഇപ്പോൾ 2/3 3/4. ഇപ്പോൾ ഈ രണ്ട് മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 2/3 ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 3/4 ആണെന്ന് വിചാരിക്കുക. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും എന്താവണം, സെയിം ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് 3 ആണ്. ഫസ്റ്റത്തെ കോളത്തിന്റെ എണ്ണം 3 ആണ്, രണ്ടാമത്തെ റോന്റെ എണ്ണം 3 ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2/2 ഓർഡറുള്ള മെട്രിക്സിൽ ഞാൻ എന്ത് ചെയ്യാം, എക്സാമ്പിൾ കാണിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3/3 അതേപോലെ തന്നെയാണ്. ഇപ്പോൾ 2 4 5 6 ഒരു മെട്രിക്സ് ആണ്. മറ്റൊരു മെട്രിക്സ് 1 2 3 4 ഇത് മറ്റൊരു മെട്രിക്സ് ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെയാണ്, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിന്റെ കൂടെ പ്ലേസ് ചെയ്യുക. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിന്റെ, അപ്പൊ 2 × 1 + 4 × 3. ഇനി ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളത്തിന്റെ കൂടെ പ്ലേസ് ചെയ്യുക. അപ്പൊ എന്ത് വരും, 2 × 2 + 4 × 4. ഓക്കെ, ഇനി അതേപോലെ അടുത്ത എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോനെ ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോനെ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിന്റെ കൂടെ പ്ലേസ് ചെയ്യുക. അപ്പൊ എന്ത് വരും, 5 × 1 + 6 × 3. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് കിട്ടണമെങ്കിൽ സെക്കൻഡ് റോനെ ഈ 5 6 എന്ന് പറഞ്ഞ റോനെ 2 4 എന്ന കോളത്തിന്റെ കൂടെ 5 × 2 + 5 × 2 + 6 × 4. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള മെട്രിക്സ് കിട്ടും. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഓർത്തു വെക്കണം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മെട്രിക്സിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ടൈപ്സും അതിനെ പറ്റിയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞത് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ തന്നു, നിങ്ങളോട് എന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഫസ്റ്റ് റോനെ എന്താക്കി വെക്കുക, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കി വെക്കുക. സെക്കൻഡ് റോനെ എന്താക്കി വെക്കുക, സെക്കൻഡ് കോളം ആക്കി വെക്കുക. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം, ഈ റോനെ ഫസ്റ്റ് കോളം ആക്കി പ്ലേസ് ചെയ്യുമ്പോൾ 2 4 ഇങ്ങനെയായി മാറും. ഫസ്റ്റ് റോ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളമായി മാറും. സെക്കൻഡ് റോ ട്രാൻസ്പോസിൽ എന്താവും, സെക്കൻഡ് കോളമായി മാറും. 5 6. അപ്പൊ ഇതാണ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഇത് ഇപ്പോൾ ഞാൻ 2/2 നമുക്ക് പെട്ടെന്നുള്ള ക്ലാസ് ആയതുകൊണ്ട് 2/2 ഓർഡറിലാണ് ഞാൻ ചെയ്തു പോകുന്നത്. നമുക്ക് 3/3 ഏത് ഓർഡറിലും ട്രാൻസ്പോസ് ഒക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 2/2 കേസിലെ ട്രാൻസ്പോസ് ഇങ്ങനെയാണ്. ഇനി 3/3 ആണെങ്കിലും ഏതൊരു ഓർഡർ ആണെങ്കിലും ട്രാൻസ്പോസ് കാണുന്ന മെത്തേഡ് സെയിം ആണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ട്രാൻസ്പോസ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇനി അപ്പോൾ ട്രാൻസ്പോസിന്റെ കേസ് ഓർത്തു വെക്കണം. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇത് എ × BC = AB × C. അതായത് A × BC = AB × C. ഓക്കെ, അതായത് ഈ ടൈപ്പ് പ്രോബ്ലംസ് വരും. അതായത് നമുക്ക് 3 മെട്രിക്സുകൾ തരും, ABC എന്ന് പറഞ്ഞ 3 മെട്രിക്സുകൾ തരും. എന്നിട്ട് ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പറയും. ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ എങ്ങനെ, ആദ്യം നമ്മൾ ബിയും സിയും, ഇപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളത് AB അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള AB × C, ലെഫ്റ്റ് സൈഡിലുള്ള A × BC. അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് എന്ത് ചെയ്യുക,
എക്സാമിന് ചോദിക്കുക. 3 മെട്രിക്സ് തന്നിട്ട് ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിങ് മെട്രിക്സ് ആരോട് മൾട്ടിപ്ലൈ ചെയ്യുക, സിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ ബിയും സിയും എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എ ആരോട് മൾട്ടിപ്ലൈ ചെയ്യും, എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ആ ബി സി എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ മെട്രിക്സിനോട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതായിരിക്കും നമുക്ക് ആ രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ രണ്ട് സൈഡും എന്താണെന്ന് കിട്ടും, ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് പലതവണയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ടുള്ളത് ഇതും ആ രീതിയിൽ തന്നെയാണ്. ഇവിടെ എന്താണ്, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബി പ്ലസ് സി, ആദ്യം ബി പ്ലസ് സി ചെയ്യുക. അതായത് ലെഫ്റ്റ് സൈഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ബി പ്ലസ് സി ചെയ്യുക. ഇത് എയും ബി പ്ലസ് സിയും തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ, എ ബി പ്ലസ് എ സി. അതായത് എ ബി ചെയ്യുക, എ സി ചെയ്യുക. എന്നിട്ട് ആ രണ്ട് റിസൾട്ടിങ് മെട്രിക്സസും എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെട്രിസസ് എന്നുള്ള ആ ഒരു ഏരിയന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിറ്റർമിനൻസ് എന്നുള്ള ഏരിയയാണ്. ഡിറ്റർമിനൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ മുന്നൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്നുള്ള കേസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കേസ്, ആ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ മെട്രിക്സുകൾക്കേ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്ക്വയർ മെട്രിക്സസ് എന്തൊക്കെയാണ്, n/n ഓർഡർ, അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2x2 മെട്രിക്സ്, 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അപ്പോൾ 1 2 3 4 ആണ് ഇതിന്റെ മെട്രിക്സ് വിചാരിക്കുക. 1 2 3 4 എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 4 ആണ്. ഡിറ്റർമിനന്റ് എ എങ്ങനെ കണ്ടുപിടിക്കും, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 1 × 4 മൈനസ്, അതായത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആ എലമെന്റ്സ് ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുക. 1 × 4 മൈനസ് 2 × 3, ഇതായിരിക്കും അതിന്റെ ഡിറ്റർമിനന്റ് വരിക. അതെന്താണ്, 4 - 6 = -2. അപ്പൊ 2x2 ഓർഡറുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ എന്ത് ചെയ്യരുത്, മറക്കരുത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി കണ്ടുള്ള ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയണം. അപ്പൊ 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഓർത്തു വെക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതും ആ കേസും നമ്മൾ പറഞ്ഞതാണ്. 3x3 മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 2 3 4 5 6 7 8 9 ഒരു 3x3 മെട്രിക്സ്, ഇതിന് എ എന്ന് പേര് കൊടുക്കുക. എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്, പിന്നെ അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്ന അതിന്റെ ഡിറ്റർമിനന്റ്. ആ 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ പിന്നെ ആരാണ് 5 6 8 9. അപ്പോൾ 5 6 8 9ന്റെ ഡിറ്റർമിനന്റ് 5 6 8 9, പിന്നെ മൈനസ് ഇടുക. പിന്നെ അടുത്ത എലമെന്റ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 2, പിന്നെ ആ 2 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ്, ബാക്കി വരുന്നത് 2x2 ആണ്. 2x2 എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു, ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ്, ബാക്കി വരുന്ന എലമെന്റ് 4 6 7 9. ഇനി ലാസ്റ്റ് എലമെന്റ് പ്ലസ് 3 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ബാലൻസ് വരുന്നത് ഈ ഒരു ഭാഗമാണ്, അതായത് 4 5 7 8. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3x3ന്റെ ഡിറ്റർമിനന്റ് കിട്ടും. അപ്പോൾ 3x3ന്റെയും 2x2ന്റെയും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. 3x3 2x2 ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്, എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു ടൈപ്പാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അതായത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2x2 വെച്ചിട്ട് ഞാൻ കാണിക്കാം. നിങ്ങൾ സെയിം പ്രൊസീജിയർ 3x3 എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നു, ഒരു ഇക്വേഷൻ ഞാൻ തരുന്നത് ഒരു 2x + 5y = 7, പിന്നെ 6x + 8y = 3. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എനിക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ മെട്രിക്സ് ഉണ്ടാക്കുക. ഒരു ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കോഎഫിഷ്യൻസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന 2, y-ന്റെ 5, പിന്നെ 6, പിന്നെ 8, ഇതാണ് നമ്മൾ ഡി. ഇനി D1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് എന്തെടുക്കുക, ഫസ്റ്റ് റോനെ
ഈ 7 3 വെച്ച് റീപ്ലേസ് ചെയ്യുക. അതായത് 7 3 5 8. ഇനി D2 എന്തായിരിക്കും വരിക? D2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ അല്ല, സോറി, ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിനെ 7 3 വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 2 6 7 3. അതായത് ഇതിലെ ഫസ്റ്റ് കോളത്തിനെ 7 3 വെച്ച് റീപ്ലേസ് ചെയ്ത് D1 എഴുതുക. സെക്കൻഡ് കോളത്തിനെ 7 3 വെച്ച് റീപ്ലേസ് ചെയ്ത് D2 എഴുതുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഡിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, D1ന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, D2ന്റെ ഡിറ്റർമിനന്റ് എന്ത് ചെയ്യുക? D2ന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 2/2 ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് കിട്ടേണ്ടത് ആരൊക്കെയാണ്? നമുക്ക് എക്സ് കിട്ടണം, വൈ കിട്ടണം. ഇനി എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് കിട്ടണമെങ്കിൽ ഡിറ്റർമിനന്റ് എക്സ് കിട്ടാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്യണം. ഓക്കെ, എക്സ് കിട്ടാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് D1 ബൈ ഡിറ്റർമിനന്റ് D. അതേപോലെ വൈ കിട്ടാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് D2 ബൈ ഡിറ്റർമിനന്റ് D. അതായത് ഡിറ്റർമിനന്റ് നമുക്കൊരു നമ്പർ കിട്ടും, അതങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും കിട്ടും. അപ്പോൾ ഈ ഒരു കേസ് ഓർത്ത് വെക്കുക. ഇത് 2/2 ഞാൻ ചെയ്തത്. നമുക്ക് 3/3 ചിലപ്പോൾ എക്സാമിന് വരിക. സെയിം പ്രൊസീജിയറിനെ ഡിറ്റർമിനന്റിന്റെ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിൽ മാറ്റം വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3/3 ഒക്കെ ആകുമ്പോൾ അവിടെ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ 3 അൺനൗൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തേക്ക് നമുക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ മെട്രിക്സ് പറഞ്ഞു, മെട്രിക്സിന്റെ കേസസ് എന്ന് പറഞ്ഞു, ഡിറ്റർമിനൻസിന്റെ കേസ് പറഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻവേഴ്സ് ആണ്. അതായത് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സസ്. ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് മെട്രിക്സ് അറിയണം. അഡ്ജോയിന്റ്മെന്റ് ആണ് നമ്മൾ എന്ത് പോവാ, ഇൻവേഴ്സ് പോവാ. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ AB = I ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്തായിരിക്കും? ബി. അതായത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ എന്റെ ഇൻവേഴ്സ് ആണ് ആര്? ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. തിരിച്ചും പറയാം, ബിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ആര്? എ എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം ഓർത്തു വെക്കണം. ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇൻവേഴ്സ് എന്താ ചോദിക്കും, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താ ചോദിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഓർത്തു വെക്കുക. AB = I ആണെങ്കിൽ എ ഇൻവേഴ്സ് = B ആയിരിക്കും. അത്ര എഴുതിയാൽ മതി. ഇനി ബി ഇൻവേഴ്സ് എന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, ഇത്ര എഴുതിയാൽ മതിയാവും. ഇൻവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. നമുക്ക് ഇവിടെയും പ്രോബ്ലം സോൾവ് ചെയ്യാണ്ട്. ഓക്കെ, ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നമ്മൾ തന്നു. ഇപ്പോൾ ഒരു 1 2 3 4 തന്നു. ഇത് 2/2 ആണ്. 3/3 ഇൻവേഴ്സ് ചോദിക്കും. 2/2 ഒരു മെട്രിക്സ് ഞാൻ തന്നു, എ എന്ന് പറഞ്ഞ മെട്രിക്സ്. എനിക്ക് എന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള എ ഇൻവേഴ്സ് എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജോയിന്റ് മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ എഴുതാം. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്: 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ഓക്കെ, 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ഇതാണ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതിൽ ഡിറ്റർമിനന്റ് നമുക്ക് അറിയാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കണം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മൈനർ കണ്ടുപിടിക്കണം. മൈനർ കണ്ടുപിടിക്കാൻ എങ്ങനെ? ഇപ്പോൾ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിന് 4 എലമെന്റ് ഉണ്ടെങ്കിൽ 4 മൈനേഴ്സ് ഉണ്ടാവും. മൈനേഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെ? ഇപ്പോൾ A1 എന്ന് പറഞ്ഞ എലമെന്റ് A11 എന്താണ്? A11 എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 1. അതിന്റെ മൈനർ M11 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ്. ഇത് 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്ന ആരാ? 4. 4ന്റെ ഡിറ്റർമിനന്റ് എന്ത് തന്നെയാണ്? ഡിറ്റർമിനന്റ് 4 എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഇനി ഇതിന്റെ കോഫാക്ടർ എഴുതണം. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A11. അത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനറിന് സൈന് കൊടുത്താൽ മതി. അതായത് 4 ആണ് മൈനർ കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ പൊസിഷൻ ആഡ് ചെയ്യുക. 1ഉം 1ഉം പ്ലസ് ചെയ്താൽ എന്താ? 2 ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഈവൻ നമ്പർ ആണ്. അപ്പൊ നമ്മൾ 4 തന്നെയാണ് കോഫാക്ടർ വരിക. ഇനി A12 എന്താ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എന്താ? 2 ആണ്. അതിന്റെ മൈനർ എന്താ വരിക? M12. അത് വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്നത് ആരാ? ബാക്കി വരുന്നത് 3 ആയിരിക്കും. 2 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് 3 ആയിരിക്കും. 3ന്റെ ഡിറ്റർമിനന്റ് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഒരു 1/1 മെട്രിക്സ് ആണല്ലോ. ഇനി അതിന്റെ കോഫാക്ടർ എഴുതണം. A12 എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1ഉം 2ഉം വരുന്ന പൊസിഷൻസ് പ്ലസ് ചെയ്യാം. അതെന്താണ്? 1ഉം 2ഉം പ്ലസ് ചെയ്താൽ എന്താ?
ത്രീ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഓഡ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് മൈനർ കോഫാക്ടർ ആയിട്ട് വരിക -3 ആണ്. സൈന് മാറ്റി കൊടുക്കാം. പ്ലസ് ഉള്ളതിനെ മൈനസ് ആക്കുക, മൈനസ് ഉള്ളതിനെ പ്ലസ് ആക്കുക. ഇനി ഈ കോഫാക്ടേഴ്സ് ഒക്കെ നമ്മളൊരു മെട്രിക്സ് ആക്കി എഴുതുക. കോഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് ആക്കി എഴുതുക. ആ മെട്രിക്സിന് എന്ത് ചെയ്യുക, ട്രാൻസ്പോസ് എടുക്കുക. അതായത് അഡിജ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഫാക്ടറിന്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ് എ എന്ന് പറയാം. ഓക്കെ, അപ്പൊ കോഫാക്ടർ മെട്രിക്സ് എഴുതി അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അഡ്ജോയിന്റ് മെട്രിക്സ് കിട്ടും. എന്നിട്ട് ഇൻവേഴ്സിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈ ഇൻവേഴ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാനുണ്ട്. അതായത് നേരത്തെ നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ തന്ന പോലെ ഒരു ഇക്വേഷൻസ് തരും, അതായത് നമ്മൾ മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ഇക്വേഷൻ തരികയാണ്. ഇക്വേഷൻ എന്താണ്, ഒരു 2x ഞാൻ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. 2x + 4y = ഒരു 5, 3x + 6y = ഒരു 8. ഇത് എനിക്ക് മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണം. ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യണം നമ്മൾ പറഞ്ഞു. മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്താ കിട്ടേണ്ടത്, ഞാൻ x = xy ഇങ്ങനെ എഴുതി. അതായത് ഈ എക്സും വൈ ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു കോളം മെട്രിക്സിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി എനിക്ക് എന്ത് കിട്ടണം, ഞാൻ എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവര് ലെഫ്റ്റ് സൈഡിലെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി 2 4 3 6. ബി ആയിട്ട് ഞാൻ എന്ത് എഴുതി 5 8 ഇത് എഴുതി. അതായത് എക്സ് ഈക്വൽ ടു എക്സ് വൈ, A = 2 4 3 6, B = 5 8 എന്ന് എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സ് കിട്ടണം. അപ്പൊ ഒരു ഫോർമുല ഉണ്ട്, അതായത് AX = എന്താണ്, B ആയിരിക്കും. അതിനാണെങ്കിൽ x = A ഇൻവേഴ്സ് B ആയിരിക്കും. നമ്മൾ ഇത്ര ചെയ്താൽ മതി, എന്ത്, A ഇൻവേഴ്സ് കാണാം. എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാം. ഇൻവേഴ്സ് കാണാൻ നേരത്തെ നമ്മൾ പ്രൊസീജിയർ പഠിച്ചു. 1/ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജോയിന്റ് എ. ഇത് വെച്ചിട്ട് അതിന്റെ ഇൻവേഴ്സ് കാണാം. ആ കിട്ടുന്ന ഇൻവേഴ്സ് മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ എന്റെ ഇൻവേഴ്സ് കാണാം, എന്റെ ഇൻവേഴ്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, XY ഈക്വൽ ആയിരിക്കും. അതായത് ആ മെട്രിക്സിലെ ഫസ്റ്റ് എലിമെന്റ് ആരാണോ അതായിരിക്കും ഇവിടെ എക്സ്, ആ മെട്രിക്സിലെ സെക്കൻഡ് എലിമെന്റ് ആരാണോ അതായിരിക്കും വൈ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ ചില പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യണം. അത് ചിലപ്പോൾ ചോദിക്കും, ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ത്, ഒരു 4 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 2 3 പ്രോപ്പർട്ടി എഴുതാൻ പറയും. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടി എന്താണ്, ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആവുക അതെപ്പോഴാണ്, നോൺ സിംഗുലർ ആവുമ്പോഴാണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവെർട്ടിബിൾ, അതായത് സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക, അത് നോൺ സിംഗുലർ ആവുമ്പോഴാണ്. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഇത്ര എഴുതിയാൽ മതിയാവും. അതായത് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്, എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അടുത്തത് എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്, ഇതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്താണ്, അത് ഈക്വൽ ടു എ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എടുത്താൽ കൊണ്ട് എ കിട്ടും, അതാണ് ഒരു പ്രോപ്പർട്ടി. പിന്നെ എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ആണ്, അതാണ് ഒരു പ്രോപ്പർട്ടി. പിന്നെ എ ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും, അതാണ് ഒരു പ്രോപ്പർട്ടി. പിന്നെ ഉള്ളത് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് നോൺ സിംഗുലർ ആവണം. അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മെട്രിക്സ് എന്താവണം, നോൺ സിംഗുലർ ആവണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത്
അപ്പം ഇൻവേഴ്സിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഇത്രയും പഠിക്കുന്നത് നമ്മൾ മെട്രിക്സ് പറഞ്ഞു, ഇൻവേഴ്സ് പറഞ്ഞു, ഡിറ്റർമിനൻസ് പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്റർ, ആ ഒരു മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഈ ഒരു ഭാഗത്ത് നിന്നാണ് അതിന് പ്രോബ്ലംസ് വരിക. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ്, അടുത്തൊരു മൊഡ്യൂളാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ, റേഞ്ച് എന്താ, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താ, കോമ്പോസിറ്റ് എന്താ, ഡിമാൻഡ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ, കോസ്റ്റ്, റവന്യൂ, പ്രോഫിറ്റ് ഫംഗ്ഷൻ, കൺസംഷൻ ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനത്തെ 4 അതായത് ഈ ഒരു നാലല്ല, ഈ ഒരു 5 കാര്യങ്ങൾ, അതായത് ഡിമാൻഡ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, റവന്യൂ ഫംഗ്ഷൻ, പ്രോഫിറ്റ് ഫംഗ്ഷൻ, കൺസംഷൻ ഫംഗ്ഷൻ, ഈ 5 കാര്യങ്ങളുടെ ഡെഫിനിഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ അതുപോലെ എഴുതിയാൽ മതി. അതായത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മളെ ടെക്സ്റ്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ എഴുതുക. പ്രോഫിറ്റ് ഫംഗ്ഷനും കോസ്റ്റ് ഫംഗ്ഷനും റവന്യൂ ഫംഗ്ഷനും ഒക്കെ അതേപോലെ എഴുതി വെച്ചാൽ മതി. നമ്മളെ ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞത് അത് അതേപോലെ എഴുതി വെച്ചാൽ മതി. അവിടെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. നമുക്ക് ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഇൻവേഴ്സും കോമ്പോസിറ്റും എന്താണെന്നുള്ളത് പറയണം. കാരണം അത് പ്രോബ്ലംസ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് സപ്ലൈയും കോസ്റ്റും റവന്യൂവും പ്രോഫിറ്റും കൺസംഷനും ഒക്കെ ജസ്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട്, കഥ പോലെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, എന്ത് കോസ്റ്റ് ഫംഗ്ഷൻ എന്താ, റവന്യൂ ഫംഗ്ഷൻ എന്താ, സപ്ലൈ ഫംഗ്ഷൻ എന്താ, ഡിമാൻഡ് ഫംഗ്ഷൻ എന്താ, പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്താ ചോദിക്കും. അപ്പോൾ അത് എഴുതി വെക്കണം. അപ്പോൾ അത് ഓർത്ത് വെക്കണം. പിന്നെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഇൻവേഴ്സ് ഫംഗ്ഷനും കോമ്പോസിറ്റ് ഫംഗ്ഷനും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, ഒരു എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിക്ക്. ഇതാണ് എൻ്റെ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3. ബി ആയിട്ട് ഞാൻ എന്തെടുക്കുകയാണ്, ബി ആയിട്ട് 2 4 6. എൻ്റെ ഫംഗ്ഷൻ ഇതാണ്, 1 2ലേക്കും 2 4ലേക്കും 3 2ലേക്കും. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡൊമൈൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് സെറ്റിൻ്റെ കളക്ഷൻ. അതായത് ഫസ്റ്റ് സെറ്റ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ആരാ, എയിലുള്ളത് ആരൊക്കെയാണ്, 1 2 3. അപ്പോൾ ഇതാണ് ഡൊമൈൻ. ഫസ്റ്റ് സെറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്, അവരാണ് ഡൊമൈൻ. ഓക്കെ. കോഡൊമൈൻ എന്താ, സെക്കൻഡ് സെറ്റ് ഇവിടെ ആരാണ്, കോഡൊമൈൻ. സെക്കൻഡ് സെറ്റ് ആരാണ്, സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞത് ബി ആണ്. ബി ആരാണ്, 2 4 6. അതാണ് കോഡൊമൈൻ. അപ്പോൾ ഓർത്തു വെക്കുക, ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സെറ്റിൽ എവിടേക്കൊക്കെയാണോ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് ആ എലമെന്റുകളുടെ കളക്ഷനാണ് എന്തെന്ന് പറയാ, റേഞ്ച് എന്ന് പറയാം. സെക്കൻഡ് സെറ്റിൽ ഫംഗ്ഷൻ എവിടേക്കൊക്കെയാണോ മാപ്പ് ചെയ്യുന്നത് ആ എലമെന്റ്സിന്റെ കളക്ഷനാണ് റേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ലേക്കും 4ലേക്കുമാണ് മാപ്പിംഗ് ഉള്ളത്. 6ലേക്ക് എന്തില്ല, മാപ്പിംഗ് ഇല്ല. 6ലേക്ക് ആരും മാപ്പ് ചെയ്തിട്ടില്ല. 2ലേക്കും മാപ്പിംഗ് ഉണ്ട്, 4ലേക്കും മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ റേഞ്ച് വരിക 2 4 എന്ന് പറഞ്ഞ ഈ ഒരു കളക്ഷനാണ് റേഞ്ച് വരിക. അപ്പോൾ റേഞ്ച് എന്താ, ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ ഉള്ള ധാരണ കിട്ടിയിട്ടുണ്ടാവും. എക്സാമിന് ഒരു ഫംഗ്ഷൻ തരും, ഫംഗ്ഷന്റെ റേഞ്ച് എന്താ, കോഡൊമൈൻ എന്താ, ഡൊമൈൻ എന്താന്നൊക്കെ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, ഫസ്റ്റ് സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് പറയാം. മാപ്പിംഗ് എവിടുന്നാണോ പോണത് അയാളെയാണ് ഡൊമൈൻ എന്ന് പറയാം. മാപ്പിംഗ് എങ്ങോട്ടാണോ പോണത് അയാളെയാണ് ആ സെക്കൻഡ് സെറ്റിനെയാണ് കോഡൊമൈൻ എന്ന് പറയാം. ഏതൊക്കെ എലമെന്റിലേക്കാണോ മാപ്പ് പോയിട്ടുള്ളത്, മാപ്പിംഗ് ഫംഗ്ഷൻ മൂവ് ചെയ്തിട്ടുള്ള ഏതൊക്കെ എലമെന്റിലേക്കാണോ ആ എലമെന്റുകളുടെ കളക്ഷനെയാണ് എന്തെന്ന് പറയാം, റേഞ്ച് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ, റേഞ്ച് എന്താ എന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഞാൻ തരികയാണ്, f(x) = ഒരു x+3. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഒരു f from R to R, അതായത് റിയൽ നമ്പർ ഡൊമൈന് റിയൽ നമ്പർ ആണ്, കോഡൊമൈനും റിയൽ നമ്പർ ആണ്. ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തത് എന്താ, f(x) = x+3. എന്നോട് ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ f ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ എന്ത് ചെയ്യുക, x+3 = ഒരു y എന്ന് എഴുതുക. എന്നിട്ട് എക്സ് ആരാ വരുന്നത് നോക്കുക, x = എന്തായിരിക്കും, y-3 ആയിരിക്കും. അപ്പോൾ f ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, f ഇൻവേഴ്സ് ഒരു y എടുത്തു കഴിഞ്ഞാൽ അത് y-3 ആയിരിക്കും.
ഓക്കെ, അതായത് ഇത്ര എഴുതിയാൽ മതി. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു വൈ എന്ന് എഴുതുക. എന്നിട്ട് ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുലയിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. ആ എക്സിന്റെ ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഇൻവേഴ്സ് ഫംഗ്ഷനും എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും കോസ്റ്റ് റവന്യൂ പ്രോഫിറ്റ് കൺസംഷൻ ഫംഗ്ഷനും ഒക്കെ അതിന്റെ ഡെഫിനിഷൻസ് നോക്കണം എന്ന് പറഞ്ഞു. അടുത്തതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. കോമ്പോസിറ്റ് ഫംഗ്ഷൻ അതായത് രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാന്നുള്ളതാണ്. അതായത് രണ്ട് ഫംഗ്ഷൻ തന്നിട്ട് അതിന് ഒരുമിച്ച് ക്ലബ് ചെയ്ത് അതിനൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഞാനൊരു 2x തന്നു, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു 2x + 3, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു 2x + 3 തന്നു. ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു സൈൻ എക്സ് എടുത്തോ, സൈൻ എക്സ് തന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 തന്നു. ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് തന്നു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എഫ് കോമ്പോസിഷൻ ജി ആണ്. എഫ് കോമ്പോസിഷൻ ജി ഇത് റീഡ് ചെയ്യുന്ന എഫ് കോമ്പോസിഷൻ ജി ആണ്. അതായത് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിന്റെ ഉള്ളിൽ ആരാ കയറിയിരിക്കണേ, എഫിന്റെ ഉള്ളിൽ ജി ഓഫ് എക്സ് കയറിയിരിക്കണേ. അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ, 2x + 3 ആണെന്ന് നമുക്കറിയാം. ആ 2x + 3ന്റെ എക്സിന്റെ സ്ഥാനത്ത് ആരാണ് ഇരിക്കുന്നത്, ജി ഓഫ് എക്സ് ആണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും, 2 ജി ഓഫ് എക്സ്. ഇങ്ങനെ എഴുതാം നമുക്ക് കുറച്ചും കൂടി വൃത്തിക്ക് ആവണമെന്നുണ്ടെങ്കിൽ. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആരാണ്, സൈൻ എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് സൈൻ എക്സ് എന്ന് വരും. ഇനി എഫ് ഓഫ് സൈൻ എക്സ് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക, എഫ് ഓഫ് എക്സിന്റെ പകരം ആരെ വെച്ചു കൊടുക്കുക, സൈൻ എക്സ് വെച്ചു കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് എക്സ് ആണ് 2x + 3 ആണ്. അപ്പൊ ആ എക്സിന്റെ പകരം സൈൻ എക്സ് വെക്കുക. അപ്പൊ എന്ത് വരും, 2 sin x + 3. ഇതായിരിക്കും നമ്മളെ എഫ് കോമ്പോസിഷൻ ജി വരിക. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് സൈൻ എക്സ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ പകരം ആര് വെക്കുക, സൈൻ എക്സ് വെക്കുക. അപ്പൊ അതായിരിക്കും എന്ത്, എഫ് കോമ്പോസിഷൻ ജി. ഇനി തിരിച്ച് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം വിചാരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. തിരിച്ച് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ ലോജിക് പ്രകാരം എന്താണ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും, ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ പകരം 2x + 3 എന്ന് കൊടുക്കുക. അപ്പൊ നോക്കൂ, ജി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്, ജി ഓഫ് എക്സ്. ആ സൈൻ എക്സിന്റെ പകരം ആരെ കയറ്റി വെക്കുക, 2x + 3 എന്ന് വെക്കുക. അപ്പൊ എന്ത് വരും, സൈൻ 2x + 3 എന്ന് വരും. ഇതായിരിക്കും ജി കോമ്പോസിഷൻ എഫ്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കുന്നതും ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഫംഗ്ഷൻ മാറും എന്നേ ഉള്ളൂ, പ്രൊസീജിയർ സെയിം ആണ്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിച്ചതും ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിച്ചതും ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. അടുത്തതായിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ, ഒന്ന് ലിമിറ്റ്, ഒന്ന് കണ്ടിന്യൂറ്റി. അതായത് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 തന്നു, 2x + 3. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇതിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറയാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സിൽ ലിമിറ്റ് 2 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്താ, 2x + 3. ഇനി എക്സ് 2ലേക്ക് പോകുമ്പോൾ ഈ എക്സ് എന്തായി മാറണേ, എക്സ് 2ലേക്ക് തന്നെ അടുക്കുമ്പോൾ ഈ എക്സും 2 തന്നെ ആയി മാറണത്. അപ്പൊ എന്ത് വരും, 2 × 2 + 3 എന്താണ്, 7 ആണ്. അതായിരിക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി അതേപോലെ വേറെ ഫംഗ്ഷൻസ് തരാം, ആ ഫംഗ്ഷൻസിന്റെ ഒക്കെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലോപിറ്റൽ റൂൾ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. ആ റൂൾ ഓർത്തു വെക്കണം. അതായത് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനൊരു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ,
ഇതിന്റെ മുകളിലും ഫംഗ്ഷൻ ഉണ്ട്, താഴെയും ഫംഗ്ഷൻ ഉണ്ട്. ഒരു റാഷണൽ ഒരു കോഷ്യൻ ഫോമിലാണ്. ഓക്കെ, റാഷണൽ ഫംഗ്ഷൻ ആണ്. ഒരു മാലിയും ഫംഗ്ഷൻ ഉണ്ട്, താഴെയും ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എ മാലിയും താഴെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മേലത്തെ ഡെറിവേറ്റീവ് കാണാം, മേലത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം, താഴെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ f(g) എന്നുള്ള ഫോമിലുള്ള ഫംഗ്ഷൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് 0/0 ഇൻഫിനിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയും. അപ്പോൾ നമ്മൾ LHOPITAL റൂൾ എന്ന് പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യണം. ആ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0/0 ഇൻഫിനിറ്റി ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, മേലത്തെ ഫംഗ്ഷനും താഴത്തെ ഫംഗ്ഷനും ഡെറിവേറ്റീവ് കാണാം. ആ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പ്രോപ്പറായിട്ട് എന്ത് കിട്ടും, ലിമിറ്റ് കിട്ടും. അപ്പൊ ഇതാണ് ലിമിറ്റ് എന്നുള്ള കേസിൽ പറയാനുള്ളത്, ലിമിറ്റിന്റെ കേസ് പറയാനുള്ളത്. അടുത്തത് പറയാനുള്ളത് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത് എന്നാണ് അടുത്തത് ഞാൻ എന്ത് ചെയ്യാൻ പോണത്, പറയാൻ പോണത്. അപ്പൊ ഞാനൊരു ഫംഗ്ഷൻ തരാണ്, അത് കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇപ്പോൾ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി f(x) ഈക്വൽ ടു എന്തായിരിക്കണം, f(c) ആയിരിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി f(x) ഈക്വൽ ടു f(c) ആയിരിക്കണം. അതായത് ലിമിറ്റ് സിയിലേക്ക് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് വാല്യൂ സിയിലുള്ള ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു f(x) ഈക്വൽ ടു ഒരു 5x+7 ആണ് നിങ്ങളോട് അറ്റ് x ഈക്വൽ ടു 2 കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 f(x) ഈക്വൽ ടു f(2) ആണോ ചെക്ക് ചെയ്യുക. അപ്പൊ ലിമിറ്റ് എന്താ വരിക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എന്ത് വരും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 5x+7. ഇതെന്താ വരിക, 5x+7 ആകുമ്പോൾ x2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 17 വരും അല്ലെ. ഇനി f(2) എന്താ, f(2) എന്ന് പറഞ്ഞാൽ അതെന്താ, എക്സിന്റെ പകരം f(x)ൽ എക്സിന്റെ പകരം 2 കൊടുക്കുക. അപ്പൊ അതും തന്നെയാണ് 5 × 2+7, അതും തന്നെയാണ് 5 × 2+7 ഈക്വൽ ടു 17. അപ്പൊ രണ്ടും എന്താണ്, സെയിം ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 f(x)ഉം f(2) സെയിം ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് കണ്ടിന്യൂറ്റി ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിങ്ങിലും ലൈവിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിൽ കൂടുതൽ പ്രോബ്ലംസും ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് കണ്ടിന്യൂറ്റിന്റെ കേസും ലിമിറ്റിന്റെ കേസും പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഡിഫറൻസിയേഷൻ എന്നുള്ള ഏരിയയാണ്. ഡിഫറൻസിയേഷൻ എന്നുള്ള ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് കോൺസ്റ്റന്റ് റൂൾ ആണ്. കോൺസ്റ്റന്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ ഒരു d/dx ഓഫ് c അതെന്താണ്, 0. അതായത് ഇപ്പോൾ 2 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആണ്. 5ന്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആണ്. 7ന്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ കാര്യങ്ങൾ ഓർക്കണം. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്, 0 ആണ്. അടുത്തത് പിന്നെ വരുന്നതാണ് സം റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു f+g ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം, d/dx ഓഫ് f+g കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രണ്ടിന്റെ ഡെറിവേറ്റീവ് വേറെ കണ്ടാൽ മതി. d/dx ഓഫ് f plus d/dx of g ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അതായത് രണ്ട് സം ചെയ്തിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടിന്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണാം. ഡെറിവേറ്റീവ്സ് നമ്മൾ ആ ടെക്സ്റ്റിൽ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. എന്ത്, കോൺസ്റ്റന്റിന്റെ 0 ആണ്, x² 2x ആണ്, sin x cos x ആണ്, cos x -sin x ആണ്, √x 1/2 √x ആണ്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബൈഹാർട്ട് പഠിച്ചാൽ മതി. എന്നിട്ട് നമുക്കറിയാം f+g ഡെറിവേറ്റീവ് കാണുന്നുണ്ടെങ്കിൽ എഫിന്റെയും ജിന്റെയും ഡെറിവേറ്റീവ് വേറെ കണ്ടിട്ട് പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ അതാണ് സം റൂള്. ഇനി അടുത്തത് പറയാനുള്ളത് പ്രൊഡക്റ്റ് റൂൾ ആണ്. പ്രൊഡക്റ്റ് റൂൾ ആണ് അടുത്തത്. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(g)ന്റെ ഡെറിവേറ്റീവ്, അതായത് പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ്. നേരത്തെ സമ്മിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞു, ഇനി പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. g' എന്ന് പറഞ്ഞാൽ ജിന്റെ ഡെറിവേറ്റീവ്,
ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ് ജി ഇൻറ്റു എഫ് ഡാഷ്, അതായത് എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. ഇതായിരിക്കും പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ്. പ്രൊഡക്റ്റ് റൂൾ അതാണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ തന്നു, ഒരു സൈൻ എക്സും എക്സ് സ്ക്വയറും തന്നു. എന്നിട്ട് ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് കോഷ്യൻ റൂള്. കോഷ്യൻ റൂളിൽ വരുന്നത് ഇപ്പോൾ ഒരു യു ബൈ വി ഫോമിലുള്ള, അതായത് ഇപ്പോൾ ഒരു യു ബൈ വി ഫോമിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചു. യു ബൈ വിന്റെ ഡെറിവേറ്റീവ് ഡാഷ് നട്ട ഡെറിവേറ്റീവ് ആണ് കേട്ടോ. യു ബൈ വിന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലെ ഫംഗ്ഷൻ മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴെയുള്ളതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴെയുള്ളതിന്റെ സ്ക്വയർ. ഇതാണ് അതിന്റെ ഫോർമുല. അതായത് യു ബൈ വി ഫോമിലുള്ള ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെയുള്ള ഫംഗ്ഷൻ ഇൻറ്റു മുകളിലത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴത്തെ സ്ക്വയർ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് ട്രിക്കി ആയതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. മറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. കോൺസ്റ്റന്റ് റൂൾ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, പ്രൊഡക്റ്റ് റൂളും സം റൂളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു സൈൻ എക്സ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എക്സ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? താഴെയുള്ളത് എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് എക്സ് പ്ലസ് മുകളിലുള്ളത് മൈനസ് മുകളിലുള്ള ഫംഗ്ഷൻ മുകളിലുള്ളത് ആരാ? സൈൻ എക്സ്. പിന്നെ താഴെയുള്ളതിന്റെ ഡെറിവേറ്റീവ്, താഴെയുള്ളത് എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? 1 ആണ്. അപ്പൊ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് താഴെയുള്ളതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതായിരിക്കും അതിന്റെ ഡെറിവേറ്റീവ് വരിക. അപ്പൊ ഇതാണ് കോഷ്യൻ റൂള്. ഇങ്ങനെ ഒരു ഈ രീതിയിൽ വരുന്ന ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നത്? കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോഷ്യൻ റൂൾ ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു. നെക്സ്റ്റ് ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈ ഒക്കെ വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എങ്ങനെ കാണാന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എക്സ് ക്യൂബ് ടെക്സ്റ്റിലുള്ള നമുക്ക് ചെയ്യാം. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു ഒരു എക്സ് അല്ലെങ്കിൽ ഒരു എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് എനിക്ക് കാണും. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ എക്സ് ക്യൂബിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡി ബൈ ഡി എക്സ് ഓഫ്, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3x സ്ക്വയർ ആണ്. 3x സ്ക്വയർ ആണ്. ഈ വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 3y സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് എന്ന് എഴുതണം ഈക്വൽ ടു 3y സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതായത് ഈ വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ അവിടെ എക്സ് ക്യൂബ് ആണെന്ന് കരുതിയിട്ട് എക്സ് ക്യൂബിന്റെ 3x സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ വൈ ക്യൂബിന്റെ 3y സ്ക്വയർ ആണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വൈനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്. അത് ഓർത്ത് വെക്കണം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി